ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. വീണ്ടും സത്യപ്രതിജ്ഞ നീളുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. തളപതി വിജയ്ക്ക് ഗവൺമെൻറ് ഫോം ചെയ്യാൻ സമയം കിട്ടുമോ അതോ സമയം മാറുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം. അവസാനമായി കൂട്ടണിക്ക് വരേണ്ടത് VCK വിടുതല ചിരുത്തികൾ പാർട്ടിയാണ്. അതിൻ്റെ ലീഡറും മെമ്പറും ലോക്സഭാ മെമ്പറുമായ തിരുമവളവനാണ് അതിൻ്റെ നേതാവായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരു ആവശ്യപ്രകാരം അല്ലെങ്കിൽ VCK പാർട്ടിയുടെ ഒരു ആവശ്യപ്രകാരം അവർ ചോദിച്ചിരിക്കുന്ന ഉപാധികളുണ്ട്. അതായത് ഡെപ്യൂട്ടി CM വേണം, സ്ഥാനമാനങ്ങൾ ചോദിക്കുന്നുണ്ട്, മറ്റാവശ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എങ്കിലേ തങ്ങളുടെ കൂടെ നിൽക്കൂ എന്നുള്ള ഒരു അണിയറയിൽ വാർത്തകളും ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഇന്നലെ ഔദ്യോഗികമായിട്ട് ഇന്ന് നടക്കേണ്ട സത്യപ്രതിജ്ഞയ്ക്ക് മാറാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലരും കളിക്കുന്നുണ്ടെന്ന് പറയുന്നു, പല കാര്യങ്ങളും പറയുന്നുണ്ടെന്ന് പറയുന്നു, പല പ്ലാനുകളും നടക്കുന്നുണ്ടെന്ന് അറിയുന്നു. എന്നിരുന്നാലും VCK ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ TVKനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ്. ബട്ട് ഔദ്യോഗികമായിട്ട് അവരിത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് കാരണങ്ങൾ പറയുന്നത് സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള സംസാരങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിന് ഇതുവരെ ഒരു അറുതി എത്തിയിട്ടില്ല, അതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവസാനമായിട്ടുള്ള തീരുമാനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നൽകുമെന്നാണ് VCK പാർട്ടി അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ 4 മണിക്ക് സപ്പോർട്ട് വരുമെന്നാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് തരില്ലെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് തരാൻ ഡെപ്യൂട്ടി CM മറ്റു ഉപാധികളും സ്വീകരിച്ചാലേ ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് തരാം ഞങ്ങൾക്ക് ഏതെങ്കിലും മന്ത്രിസ്ഥാനം തന്നാൽ മതിയാണെന്നുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് 4 മണിക്ക് അറിയാൻ കഴിയും. VCK പാർട്ടിയിലുള്ള മറ്റുള്ളവരോടുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കിതിനോട് തീരുമാനം പറയാനാകില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ടൊന്നും പറയാൻ ഇപ്പോൾ ഇല്ലേയും താനും, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണം. അതുകൊണ്ട് 4 മണിക്ക് ഇതിൻ്റെ ഒരു ഉത്തരം VCK ലീഡർ തന്നെ, VCK പാർട്ടി തന്നെ നിങ്ങൾ ഒഫീഷ്യലായിട്ട് അറിയിക്കും. VCK TVKയുമായി പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്കും വിശ്വാസമുള്ളത്. പിന്നെ ഉപാധികൾ ഉണ്ടോ ഇല്ലെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഉപാധികളിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ 4 മണിക്കുള്ള ആ മീറ്റിങ്ങിൽ VCK പാർട്ടി അറിയിക്കുമെന്നല്ലാതെ വേറൊരു ഒഫീഷ്യൽ കാര്യം ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനില്ലെന്നും കൂടെയാണ് VCK മറ്റു പാർട്ടി മെമ്പേഴ്സുകളും പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഇനിയിപ്പം ഇവർ മനഃപൂർവ്വമായിട്ട് നീട്ടി കൊണ്ടുപോകുന്നതാണോ അല്ലെങ്കിൽ സമയം കളയുന്നതാണോ എന്നൊക്കെ കണ്ടു തന്നെ അറിയണം. എന്നിരുന്നാലും ഒരു മനുഷ്യൻ പെടുന്ന ഒരു പാടുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒന്നാണ്. എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ബുദ്ധിമുട്ടിക്കുന്നതെന്ന്, അദ്ദേഹത്തിന് CM ആക്കിക്കൂടെ എന്ന്. കാരണം മക്കളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നായകനാണ്, മെജോറിറ്റി സീറ്റുള്ള ഒരു നായകനാണ്, ഭൂരിപക്ഷത്തോടെ വന്ന ഒരു നായകനാണ്. ആ നായകനെ ഗവൺമെൻറ് ഫോം ചെയ്യാൻ ഗവർണർ വിടുന്നില്ല. കൂട്ടണിക്ക് വരുന്നവരാണ് ഇങ്ങനെയുള്ള ഉപാധികൾ വയ്ക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റു പാർട്ടികൾക്ക് ഇതിലും വലിയ സീറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ഒക്കെ 5 സീറ്റ് കൊടുത്തിട്ടും അവർ 2 മന്ത്രിസ്ഥാനമേ ചോദിച്ചുള്ളൂ. അല്ലാതെ ഇത് 2 സീറ്റും വെച്ച് 1 സീറ്റും വെച്ച് അവർ ചോദിക്കുന്ന ഡെപ്യൂട്ടി CM ആണ്. അത് അവർക്ക് തന്നെ ഓവറായിട്ട് തോന്നുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ല. ഇനി മക്കൾക്ക് വേണ്ടിയിരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഡെപ്യൂട്ടി CM ചോദിക്കുന്നതിൽ ഒരു മര്യാദയുണ്ടോ എന്നും തോന്നുന്നില്ല. ഇനി ഇത് മറ്റുള്ള പാർട്ടിക്കാരുടെ പ്ലാനാണോ ഒന്നും അറിയില്ല. എന്ത് തന്നെയാണ് വൈകിട്ട് 4 മണിക്ക് അറിയാമെന്ന് തന്നെയാണ് കഴിയുന്നത്. ഇനി 4 മണിക്ക് വന്നിട്ട് ഇനിയും ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ട്, 5:30 സൂമിൽ മറ്റുള്ളവരെ വീഡിയോ കോൾ വിളിച്ചൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമെന്നുള്ളതും കണ്ടു തന്നെ അറിയണം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ CM എന്നുള്ള ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ്. അന്ന് നടക്കുന്ന ഒരു മൊമെന്റ്, അതിനു വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ എന്താണ് VCK പാർട്ടി പറയുന്നത്, എന്താണ് അവരുടെ ഒപ്പീനിയൻ പറയുന്നത് എന്ന് 4 മണിക്ക് അറിയാൻ കഴിയും. മറ്റുള്ളവരുടെ പല പ്ലാനുകളും ഇതിലേക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. ADMK സർക്കാരൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗവർണറെ സമീപിച്ച് കത്ത് കൊടുത്തു എന്നൊക്കെ അറിയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും എല്ലാം കണ്ടു തന്നെ അറിയണം. ഇജാതി പൊളിറ്റിക്കൽ ത്രില്ലറാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്.